ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗം എന്താണെന്നും അത് വരാനുള്ള സമയം നമുക്കത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുമോ, ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് കഴിച്ചാലാണ് നമുക്ക് ഈ സോറിയാസിസ് പോലത്തുള്ള രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സോറിയാസിസ് എന്നുള്ളത്. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി, ശരീരത്തിൻ്റെ തന്നെ സെല്ലുകളെ, ശരീരത്തിൻ്റെ തന്നെ ടിഷ്യൂകളെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ പ്രത്യേക അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒന്നാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ത്വക്കിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമുക്കറിയാം, ത്വക്കാണ് നമ്മുടെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ബോഡി ഓർഗൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ത്വക്കിനെ ബാധിക്കുന്ന രോഗമായതുകൊണ്ട് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ എന്നിവ രോഗികൾക്ക് ഉണ്ടാവാനും ചാൻസ് വളരെ കൂടുതലാണ്. ശരീരത്തിലെ ചില പ്രത്യേക ട്രിഗറുകൾ വരുമ്പോൾ ശരീരത്തിലെ സെൽസുകൾ സ്റ്റിമുലേറ്റ് ആവുകയും ഇത്തരത്തിലുള്ള രോഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ട്രിഗറുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു ഇൻഫെക്ഷനാണ്, ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ശരീരത്തിലെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ ആവാം. അതുപോലെ തന്നെ ഡ്രൈ ഉള്ളതും തണുത്തതുമായിട്ടുള്ള ക്ലൈമറ്റ്, അതേപോലെ സ്മോക്കിംഗ്, കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു സോറിയാസിസ് കണ്ടുവരുന്നുണ്ട്. ഇത്തരം ഘടകങ്ങളിലുള്ള ബോഡിയിൽ ഒരു ട്രിഗർ ഉണ്ടാവുകയും ആ ട്രിഗറിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൽ ഒരു ഡിസീസ് പ്രസൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ ത്വക്കിൽ വരുന്ന ഈ ചേഞ്ച് പാത്തോളജിക്കലായി വരുന്ന ചേഞ്ചുകളെ മരുന്നുകൾ കൊണ്ടും ചികിത്സ കൊണ്ടും ഒരു പരിധിവരെ മാറ്റാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിലെ ചുളിവുകൾ, സ്കെയിൽ വരുന്നത്, അതായത് ശരീരത്തിലെ ഓരോ ലെയറായിട്ട് വരുന്നു, അതേപോലെ തന്നെ പൊടി പോലത്തെ വരുന്നതും, ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് വരാനൊരു സാധ്യത എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട്, അതായത് നമ്മുടെ മുൻ തലമുറകൾക്ക് ഈ ഒരു സോറിയാസിസ് പോലത്തുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ പിൻതലമുറകൾക്കും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ആഹാരങ്ങളിലും ജീവിത രീതിയിലും മാറ്റം വരുത്തിയാൽ നമുക്ക് ഇതിനെ ഒരു കൺട്രോൾ ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് പറ്റുന്നതാണ്. ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമുക്കൊരു സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഒരിക്കലും നമുക്ക് വേണ്ട വിറ്റമിൻസും മിനറൽസും വൈറ്റമിൻസും ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് നമ്മൾ സപ്ലിമെൻറ്റ്സിലൂടെ നമുക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള അസുഖങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അസുഖം കൂടിയാണ്, ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി തന്നെ ഒരു പ്രിക്കോഷൻ മാതിരി നമുക്ക് സപ്ലിമെൻ്റ് എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സോറിയാസിസ് വന്ന ആൾക്കാർക്ക് ഒരു 3 to 6 months നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീടോക്സ് എന്ന് പറഞ്ഞിട്ട് മോദി കെയറിലുള്ള തന്നെ ഒരു ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സപ്ലിമെൻറ്റ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ നടക്കാൻ, അതായത് ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ, നമ്മുടെ ശരീരത്തിലെ ബോഡി ആണെങ്കിലും അതേപോലെ തന്നെ സ്കിന്നാണെങ്കിലും ബ്ലഡ് ആണെങ്കിലും എല്ലാം പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ശരീരത്തിലെ പൂർണ്ണമായിട്ടുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാൻ നമുക്ക് ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സപ്ലിമെൻറ്റ് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സപ്ലിമെൻ്റാണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. നോനി ജ്യൂസും ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക അസുഖങ്ങൾക്ക് 126 അസുഖങ്ങൾക്ക് നമുക്കൊരു പ്രതിവിധി, ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ PCOD, വൈറ്റ് ഡിസ്ചാർജ് അങ്ങനെയുള്ള ആൾക്കാർക്കും നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറാൻ പറ്റും. അതേപോലെ തന്നെ പൈൽസ്, അതുപോലത്തെ അങ്ങനെ ഒരു 126 അസുഖങ്ങൾക്ക് നമുക്ക് ഈ ഒരു നോനി ജ്യൂസിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞൊരു സപ്ലിമെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ അലോവേര നമുക്കറിയാം നമ്മുടെ
സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എന്തിനും നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു കണ്ടൻ്റാണ്, ഒരു പ്രൊഡക്റ്റാണ് അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ മൊത്തം നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. അതേപോലെ ഫ്ലാക്സ് ഓയിൽ വരുന്നുണ്ട്. ഫ്ലാക്സ് ഓയിൽ omega-3, 6, 9 എന്ന് പറഞ്ഞ കണ്ടൻസ് ആണ് അതിൽ വരുന്നത്. അതേപോലെ ടെർമറിക്, മഞ്ഞളിൻ്റെ നമുക്ക് സപ്ലിമെൻറ്റും ഇവിടെ വരുന്നുണ്ട്. ഈ സപ്ലിമെൻറ്റ്സ് നമുക്ക് സ്ഥിരമായിട്ട് ഒരു 3 to 6 മാസം വരെ കഴിച്ചു കഴിഞ്ഞാൽ സോറിയാസിസ് പോലുള്ള എല്ലാ അസുഖങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കൊരു പ്രിക്കോഷൻ മാതിരി നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ വരാതിരിക്കാനും നമുക്ക് മുൻകൂട്ടി നമുക്ക് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക്